4 മക്കളുടെ അമ്മയായ വൃദ്ധമാതാവിനെ മക്കൾ വഴിയിൽ തള്ളി. കടുത്ത രോഗാവസ്ഥയിലും ദുരിതത്തിലുമായിരുന്ന ഇവരെ പിന്നീട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 മക്കളും കുടുംബങ്ങളും ഉണ്ടായിട്ടും പാലക്കാട് പുതുപ്പള്ളി തെരുവിലെ പരേതനായ മുത്തുറാവുത്തറുടെ വിധവിയും 70-കാരിയുമായ ബൽക്കീസിനെ ചാക്കിൽ കെട്ടിയ നിലയിലാണ് ഉപേക്ഷിച്ചതെന്ന് പറയപ്പെടുന്നു. വൃദ്ധയായ ബൽക്കീസിനെ പുഴുവരച്ച നിലയിലാണ് പാലക്കാട്ടെ തെരുവിൽ നിന്നും കണ്ടെത്തിയത്. പാലക്കാട്ടെ പുതുപ്പള്ളി തെരുവിൽ 2 നില വീട് സ്വന്തമായിട്ടുണ്ടായിരുന്നത് ഇളയ മകൻ അമ്മയെ പുറന്തള്ളി കരസ്ഥമാക്കിയതായും പറയപ്പെടുന്നുണ്ട്. ഇതിനെ തുടർന്ന് കൊടുവായൂരിലെ മൂത്തമകനായ മുഹമ്മദ് റഫീഖിനൊപ്പമായിരുന്നു നിലവിൽ താമസിച്ചിരുന്നതെന്നും ഇതേ മകൻ തന്നെയാണ് വൃദ്ധമാതാവിനെ തെരുവിൽ തള്ളിയതെന്നും ആരോപണമുണ്ട്. 2 ആൺമക്കളും 2 പെൺമക്കളുമുള്ള ബൽക്കീസിന്റെ പെൺമക്കളിൽ ഒരാളെ കോയമ്പത്തൂരിലും ഒരാളെ പാലക്കാട് കല്ലേപ്പുള്ളിയിലുമാണ് വിവാഹം കഴിച്ചയച്ചിട്ടുള്ളത്. എന്നാൽ ഇവർക്കും അമ്മയെ വേണ്ടെന്ന നിലപാടാണിപ്പോൾ. സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് ലിബർട്ടി ചെയർമാൻ മുഹമ്മദ് റാഫി, സംഘം പ്രവർത്തകനായ ഉമ്മർ ഫാറൂഖുമാണ് വൃദ്ധമാതാവിനെ തെരുവിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവർ മക്കളുമായി ബന്ധപ്പെട്ടപ്പോഴെല്ലാം മാതാവിനെ വേണ്ട എന്ന നിലപാട് അറിയിക്കുകയാണെന്ന് പറയുന്നുണ്ട്. സ്വത്തും സമ്പത്തും കരസ്ഥമാക്കിയ ശേഷം വൃദ്ധമാതാപിതാക്കളെ തെരുവിൽ ഉപേക്ഷിച്ച് കടന്നുകളയുന്ന ആൺപെൺമക്കളുടെ എണ്ണം കഴിഞ്ഞകാലത്തെ അപേക്ഷിച്ച് വളരെ അധികം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. 70-കാരിയായ മാതാവിനെ നിഷ്ഠൂരമായ രീതിയിൽ വഴിയിൽ തള്ളിയ മക്കൾക്കെതിരെ വയോജന സംരക്ഷണ നിയമം ചുമത്തി നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇത് സംബന്ധിച്ച് സാമൂഹ്യനീതി വകുപ്പിനും RDOയ്ക്കും സൌത്ത് പോലീസിനും പരാതി നൽകിയതായി ബന്ധപ്പെട്ട ഭാരവാഹികൾ അറിയിച്ചു. ക്യാമറമാൻ അംബുജാക്ഷനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും അജിത് നെന്മാറ.